സിനിമകളാണല്ലോ ഇന്ന് നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണിപ്പോൾ വാദം വന്നുകൊണ്ടിരിക്കുന്നത്. പൗർണമി കേൾക്കുന്നുണ്ടോ വാദങ്ങളൊക്കെ? നമ്മുടെ മലയാള സിനിമയാണ് ഇന്നിപ്പോൾ നമ്മുടെ പാവപ്പെട്ട സമൂഹത്തെ, ഒരു അക്രമവാസനയില്ലാത്ത പാവപ്പെട്ട സമൂഹത്തെ, ഒരു കുഴപ്പമില്ലാത്ത സമൂഹത്തെ പെട്ടെന്ന് അങ്ങോട്ട് ആക്രമണകാരികളാക്കിക്കൊണ്ട് വെട്ടും കൊല്ലും കൊലയും മയക്കുമരുന്ന് ഉപയോഗം ഒക്കെ വർദ്ധിപ്പിക്കാൻ കാര്യം നമ്മുടെ മലയാള സിനിമയാണത്രേ. അത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത് പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ മലയാള സിനിമയിൽ നോർമലി വലിയ വയലൻസ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വയലൻസ് കാണിക്കുന്ന ഒരു ചിത്രം ഇതിനു മുൻപ് ഇത്തരം അല്ലെങ്കിൽ മാർക്കോ പോലെയുള്ള, ഇപ്പോൾ മാർക്കോ ഇറങ്ങിയതിന് ശേഷമാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ സമൂഹത്തിൽ വയലൻസ് നടന്നാലും സിനിമാ മേഖലയിലോട്ട് ആ ഒരു നീക്കം അല്ലെങ്കിൽ ആ ഒരു സൈഡ് അത്രയും അങ്ങോട്ട് തിരിച്ചു വിടുന്നില്ലായിരുന്നു. പക്ഷേ മാർക്കോയിലെ വയലൻസ് ഇതുവരെ മലയാള സിനിമയിൽ സംഭവിക്കാത്ത അല്ലെങ്കിൽ പുതിയൊരു പരീക്ഷണം എന്ന രീതിയിൽ എടുത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും കൈ ചൂണ്ടുന്നത് നേരെ അങ്ങോട്ടായിരിക്കും. ഒരിക്കലും സിനിമ അല്ലെങ്കിൽ സിനിമകൾ, ഒരു സിനിമയോ സിനിമകൾ ഒരുപാട് സിനിമകളോ മാത്രമല്ല ഒന്നിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അത് നമ്മൾ പൂർണ്ണമായിട്ടും യോജിക്കുന്ന ഒരു കാര്യമാണ്. അതും ഒരു ഭാഗമായേക്കാം, 100%-ൽ 1-2% ഇതിൻ്റെ പങ്കും കാണും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ പങ്ക് മാത്രം കൊണ്ടാണ് സമൂഹത്തിൽ കംപ്ലീറ്റ്ലി വയലൻസ് ഉണ്ടാവുന്നത്, അക്രമങ്ങൾ ഉണ്ടാവുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ സിനിമാ നടൻ ജഗദീഷ് പറഞ്ഞ കാര്യങ്ങൾ, അതായത് എന്താണ് ഇൻഫ്ലുവൻസ്ഡ്, ഇപ്പം വയലൻസ് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ സിനിമയിലെ നന്മ കണ്ടും ഇൻഫ്ലുവൻസ്ഡ് ആവണ്ടേ? അത് എന്തുകൊണ്ടാണ് ആവാത്തത്? പ്രസക്തമായ ഒരു ചോദ്യമാണ്. ശരിയാണ്, അദ്ദേഹം ചോദിക്കുന്നത് ശരിയാണ്. അദ്ദേഹത്തിന് നേരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ആ ചോദ്യം വളരെ പ്രസക്തിയുള്ളൊരു ചോദ്യം തന്നെയാണ്, അല്ലേ ശരിക? അതെ. എം എ നിഷാദാണ് ഇതിനെതിരെ സംസാരിച്ചിരിക്കുന്നത്. ശ്രീ ജഗദീഷ് ഒരു പത്രസമ്മേളനത്തിൽ നടത്തിയ ഒരു മാർക്കോയിൽ ജഗദീഷിന് നല്ല വേഷമുണ്ട്. അദ്ദേഹം നല്ല ഒരു വില്ലനായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. അദ്ദേഹം ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ ഇപ്പോൾ വില്ലത്തരത്തിലൂടെ ചെയ്യുന്നുണ്ട് ജഗദീഷ്. അപ്പോൾ എം എ നിഷാദിന് ഭയങ്കര വിഷമം, കാരണം ജഗദീഷ് ഒരു അധ്യാപകൻ കൂടെയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ജഗദീഷ് ചോദിച്ചത് ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം മുഖത്ത് നോക്കി കാര്യം ചോദിക്കുന്ന ഒരു മനുഷ്യൻ നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ തിന്മ ഈ പറയുന്ന പോലെ കോപ്പി അടിക്കണമെങ്കിൽ നന്മകളും കോപ്പി അടിക്കേണ്ട ഒരു സമൂഹമല്ലേ? കാരണം പ്രബുദ്ധ കേരളമാണ്. അങ്ങനെയാണെങ്കിൽ ലഗേരഹോ മുന്നാഭായെന്നോ MBBS എന്ന ആ ഒരു പഴയ പടം, വർഷങ്ങൾക്ക് മുൻപുള്ള പടം, അതിനകത്ത് ഗാന്ധിസത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ആ ഗാന്ധിസത്തിൽ അങ്ങനെ അത് ഹിറ്റായ ഒരു പടമാണ് ആ സമയത്ത്. അത് എങ്കിൽ പിന്നെ അന്നത്തെ കുട്ടികളെല്ലാം ഗാന്ധിസത്തിന്റെ പാത എന്തുകൊണ്ട് പിന്തുടർന്നില്ല എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം, അത് പ്രസക്തമായ ഒരു കാര്യമാണ്. പക്ഷേ എനിക്കൊന്ന് എം എ നിഷാദ് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിച്ച പോലെയാണ് അതിനുള്ള മറുപടികൾ അദ്ദേഹം കൊടുത്തിരുന്നത്. കാരണം ജഗദീഷ് ഒരു അധ്യാപകനാണ്. പഴയ ഒരു സമൂഹമല്ല ഇപ്പം നമുക്കുള്ളത്, അന്നത്തെ കാലഘട്ടമല്ല. ജഗദീഷ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ ഒരു സ്വഭാവമല്ല ഇന്നത്തെ രീതിയിലുള്ള സ്വഭാവം. അതൊക്കെ ഒരു പക്ഷേ ശരിയായിരിക്കാം. എം എ നിഷാദ് പറയുന്നതോട് നമ്മൾ യോജിക്കുന്നു. പഴയ സ്വഭാവമുള്ള കുട്ടികളല്ല ഇന്നുള്ളത്, നമ്മുടെ ജനറേഷൻ ഒരുപാട് മാറിയിരിക്കുന്നു. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ എവിടെ മാറി എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഇപ്പം ഈ ജഗദീഷ് ഒരു അധ്യാപകനാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം പറയട്ടെ. ഈ ജഗദീഷ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരു അധ്യാപകനായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു അധ്യാപകനാണ്, അതുകൊണ്ട് തന്നെ പല സ്കൂളുകളിലും കോളേജുകളിലും പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ ജഗദീഷ് എന്ന വ്യക്തിയായിട്ടാണ് പോകുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ, സന്തോഷം തരുന്ന കാര്യങ്ങൾ, നല്ലത് ചെയ്യണം എന്ന് മാത്രമുള്ള മെസ്സേജുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ സിനിമയിൽ ജഗദീഷ് എന്ന വ്യക്തിയല്ല, അവിടെ ഒരു ക്യാരക്ടർ മാത്രമാണ്. ടോണി ഐസക് എന്ന ക്യാരക്ടർ മാത്രമാണ് ആ സിനിമയിലുള്ളത്. പുറം ലോകത്ത് ഞാൻ ജഗദീഷാണ്. അപ്പോൾ ജഗദീഷ് എന്ന എൻ്റെ ഒറിജിനൽ, എൻ്റെ റിയാലിറ്റിയിലും ആളുകൾ ഇഷ്ടപ്പെടുന്നത് ടോണി ഐസക് എന്ന കഥാപാത്രത്തെ ആണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന സമൂഹത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് സമ്മതിച്ചേ പറ്റൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും ശരിയല്ലേ? ഒരു സിനിമ തികച്ചും സാങ്കല്പികമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ തുടങ്ങി വെക്കുന്നത്. പിന്നെ അതല്ലാത്ത പക്ഷം റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളാണെങ്കിൽ അതും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് റിയാലിറ്റിയാണ് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്ന്. അപ്പം തികച്ചും സാങ്കല്പികം മാത്രമായിട്ടുള്ള ഒരു കഥയെ അനുകരിക്കുന്ന നമ്മളല്ലേ, അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹമല്ലേ യഥാർത്ഥ വിഡ്ഢികൾ എന്ന ചോദ്യത്തിന് മറുപടി സമൂഹം തന്നെയാണ് പറയേണ്ടത്, അല്ലേ? അതെ, കാരണം ഇപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ പറഞ്ഞേ, നമ്മൾ പഴയ ഹോളിവുഡ് സിനിമകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഗോഡ് ഫാദർ പോലുള്ള സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ 5 പാർട്ടൊക്കെയാണ് ഗോഡ് ഫാദർ. അതിനകത്ത് മുഴുവനും വെടിയും പുകയും വെടിയൊച്ചയും കൊല്ലലും കൊലവിളിയും മാത്രമുള്ള സിനിമകളാണ്. ഒൺലി വയലൻസും അധോലവും മയക്കുമരുന്നുമാണ് അതിൻ്റെ ഒരു ബേസ് തീം എന്ന് തന്നെ പറയുന്നത്, ഗോഡ് ഫാദർ പോലുള്ള സിനിമകൾ. എന്നാൽ നമ്മുടെ പഴയ മലയാള സിനിമകളിൽ ശരിയാണ് അതിക്രൂരമായ രീതിയിലുള്ള ബലാത്സംഗ സീനുകളൊക്കെ കാണിക്കുന്ന, എനിക്ക് തോന്നുന്നു ഒരു അഭിഭാഷകന്റെ കേസ് സ്റ്റഡി എന്ന സിനിമയ്ക്ക് അത് ബിന്ദു പണിക്കരെ റേപ്പ് ചെയ്യുന്നൊരു സീനുണ്ട് അതിനകത്ത്. ആ സീൻ കണ്ടു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട പെണ്ണുങ്ങളൊക്കെ നമുക്ക് ട്രോമ കുറേ കാലം, നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്ത പ്രായമായിരുന്നെങ്കിൽ പോലും ആ ട്രോമ നമ്മൾ ഇങ്ങനെ നിലനിൽക്കും. ഞാനൊക്കെ അത് കണ്ടിട്ട് കുറേ നാളുകൾ എനിക്ക് പേടിയായിരുന്നു ആക്ച്വലി. കാരണം ആ രീതിയിലാണ് അതിനകത്ത് ബലാത്സംഗ സീൻ. അതെങ്കിൽ ഭയങ്കര ഈ നമ്മുടെ ന്യൂഡിറ്റി ഒന്നും കാണിക്കുന്നില്ല, പക്ഷെ അതിനകത്ത് കാണിക്കുന്ന ആ ഒരു രംഗം,
അത് വല്ലാതെ നമ്മളെ ഹോണ്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബസ്സിൽ വെച്ച് റേപ്പ് ചെയ്യുന്ന സീനുകൾ, എനിക്ക് ബിന്ദു മണിക്കരുടെ സീൻ അതൊക്കെയാണ്. നമ്മുടെ മലയാളത്തിനെ പറ്റി അല്ലെങ്കിൽ മലയാള സിനിമകളെ പറ്റി മാത്രമുള്ള വിമർശനങ്ങളാണ് വരുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ നാട്ടിലെ കുട്ടികളും വലിയവരും മുതിർന്നവരും എല്ലാം മലയാള സിനിമകൾ മാത്രം കാണുന്നവരാണോ? അവർ ഹോളിവുഡും ടോളിവുഡും എല്ലാം ഒരേപോലെ കാണുന്നവർ. അതായത് മലയാള സിനിമയിൽ വയലൻസ് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും കൊണ്ടുവരുന്നത്, പക്ഷേ ഇവർ കാണുന്ന, ഇവർ ഫോളോ ചെയ്തു വരുന്ന ഇംഗ്ലീഷ് മൂവീസിൽ ഇതിന്റെയൊക്കെ അപ്പുറത്തുള്ള സീൻസുകളും വയലൻസും കണ്ടിട്ട് തന്നെ ഇരിക്കുന്ന ആളുകളോടാണ്, മാർക്കോ കണ്ടിട്ടാണ് കൂടി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെയൊക്കെ റേപ്പ് സീനുകൾ നമ്മൾ അഭിഭാഷകന്റെ കേസ് ഡയറി പോലുള്ള സിനിമകൾ കണ്ടതിന് ശേഷം അതുപോലെ പെണ്ണുങ്ങളെ കാര്യങ്ങൾ റേപ്പ് ചെയ്തു. ഇല്ല, അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പെണ്ണ് റേപ്പ് ചെയ്യപ്പെട്ടില്ല. അങ്ങനത്തെ റേപ്പുകൾ പിന്നീട് നടന്നു. എപ്പോഴാണ്? ഇപ്പോൾ നിർഭയ കേസുകളിലൊക്കെയാണ് അങ്ങനെ. നിർഭയ, അതുപോലെ നമ്മുടെ അങ്ങനെ ഒരുപാട് കേസുകൾ, ഇപ്പോൾ നമ്മുടെ ഡോക്ടറെ കൊന്നത്, നമ്മുടെ കൊൽക്കത്തയിലെ ഡോക്ടറെ റേപ്പ് ചെയ്ത് കൊന്നതൊക്കെ സിനിമയിൽ നടന്ന സംഭവങ്ങളാണ് പണ്ട്, വർഷങ്ങൾക്ക് മുൻപ്. അതെന്താ അന്നത്തെ ആൾക്കാരൊക്കെ ഇത് മരിച്ചു പോയിട്ടുണ്ടാവാം. അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമകളാണ് അതൊക്കെ. അന്ന് അത് നടന്നിട്ടില്ല ആ പ്രസന്റ് ഡേയിൽ. പക്ഷെ ഇന്ന് അത് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിന്റെ വൈകല്യം എന്നേ അതിനെ പറയാൻ സാധിക്കുള്ളൂ. ഒരിക്കലും അത് സിനിമയുടെ കുഴപ്പമാണോ? സിനിമ ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹത്തിന്, യൂത്തിനെ നോക്കിയിട്ടാണ് മിക്കപ്പോഴും സിനിമകൾ ഇറക്കുക. അപ്പോൾ ഓരോ യുവജനതയുടെയും ഓരോ കാലഘട്ടത്തിലെ ഓരോ ജനറേഷന്റെ ടേസ്റ്റിനെ നോക്കിയിട്ടാണ് സംവിധായകന്മാരും രചയിതാക്കളും ഒക്കെ സിനിമ ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജഗദീഷ് പറഞ്ഞതിനോട് നമുക്ക് യോജിക്കേണ്ടി വരും. കാരണം അദ്ദേഹം ചോദിക്കുന്നത്, സിനിമയിലെ നന്മകൾ അനുകരിക്കാത്ത സമൂഹം നമ്മുടെ തിന്മകൾ മാത്രം അനുകരിക്കുന്നെങ്കിൽ അത്രയും ഹീനമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് കരുതേണ്ടി വരും. എന്നല്ലാതെ നമ്മൾ എങ്ങനെയാണ് അത് സിനിമയെ കുറ്റപ്പെടുത്താൻ സാധിക്കുക? ഒരു സിനിമ അങ്ങനെയാണെങ്കിൽ സിനിമയിലൂടെ ആൾക്കാർ നന്നാവുകയും ചെയ്യണ്ടേ, എന്നാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഏത് തരത്തിലുള്ള സിനിമ എടുക്കണം? ആൾക്കാർ പ്രതിഭകളെ പോലെ ഇരുന്ന് കാണുന്നൊരു സിനിമ എടുത്താൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? ഇപ്പോൾ വയലൻസ് ഉള്ള സിനിമ എടുത്തിട്ട് പറയുന്നു അത് കുട്ടികളെ സ്വാധീനിക്കുന്നു, മാർക്കോ പോലുള്ള സിനിമകൾ. അതോടൊപ്പം തന്നെ ശരി, ഓക്കെ, നമ്മൾ മാർക്കോ പോലുള്ള സിനിമകൾ എടുക്കത്തില്ലെന്ന് അതിന് നിർമ്മാതാവ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഈ സിനിമ എടുക്കത്തില്ലെന്ന്. അപ്പോൾ നമ്മൾ നന്മ സിനിമകൾ എടുക്കുകയാണ്, കുറെ ദൈവത്തിന്റെ സിനിമകൾ എടുക്കുന്നു, അല്ലെങ്കിൽ കുറെ പഴയ രാജാക്കന്മാരുടെ സിനിമകൾ എടുക്കുന്നു, എല്ലാം ഹീറോയിസത്തിന്റെ സിനിമകൾ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ട് നമ്മുടെ കുട്ടികളെല്ലാം ഹീറോയായി മാറുമെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? അതൊരു ചുമ്മാ. അതാ ഞാൻ ചോദിച്ചത്, എം എ നിഷാദിനെ പോലുള്ള സംവിധായകർ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനുള്ള ഒരു പ്രവണതയല്ലേ അവിടെ കാണിക്കുന്നത്? ജഗദീഷിനെ കുറ്റം പറയുന്നത്, അദ്ദേഹം ഒരുപാട് വായനയുള്ള അറിവുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അല്ലേ? തീർച്ചയായും. കാരണം അത് ചിന്തിക്കാനുണ്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഇൻഫ്ലുവൻസഡ് ആവുന്നത് വയലൻസ് ഉള്ള സിനിമകൾ മാത്രം കണ്ടിട്ടാണെങ്കിൽ തീർച്ചയായും നല്ല നല്ല സിനിമകൾ, നല്ല മെസ്സേജുകളുള്ള സിനിമകൾ ഒരുപാട് മലയാളത്തിൽ ഇതിന് മുൻപ് ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് കണ്ടിട്ടും അത് ഒന്നിനെ ഓവർകം ചെയ്ത് വേണ്ടേ വരാൻ. ഒരെണ്ണം മോശം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് പാരലായിട്ട് നല്ല കാര്യങ്ങളൂടെ നടക്കണ്ടേ. പക്ഷെ നമ്മുടെ മനോവൈകല്യങ്ങളെ എന്തിന്റെയെങ്കിലും പുറത്ത് ചാരുക എന്നുള്ളത് പൊതുവെ മലയാളികളുടെ ഒരു ബോൺ നേച്ചറാണ്. ആ ഒരു സെയിം കാര്യം തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നതും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ. നമ്മളത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ നമ്മളത് ചെയ്യുകയുമില്ല. അതാണ് മലയാളികൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. ഇപ്പം മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ കംപ്ലീറ്റ് അല്ലെങ്കിൽ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും ഒന്നും പറഞ്ഞു പഠിപ്പിക്കാനോ പറഞ്ഞു ചെയ്യിക്കാനോ നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഈ ക്രൈം ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ക്രൂരതയും അതിക്രമവും ഒക്കെ കാണിക്കുന്നവരാണെങ്കിലും ഓരോരുത്തരും സ്വയം വിചാരിക്കണം, ഞാൻ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന തെറ്റാണ് എന്നുള്ള ബോധ്യം സ്വയം തോന്നാതെ മറ്റുള്ളവർ എത്ര പറഞ്ഞാലും എത്ര പണിഷ്മെന്റ് കൊടുത്താലും ഒരുപക്ഷെ അത് ശരിയാവണമെന്നില്ല. എങ്കിൽ പോലും ഇങ്ങനെയുള്ള ക്രൈമുകൾ ചെയ്യുന്നവരെ നമുക്ക് കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൈ കെട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ നിയമവും നിയമ സംവിധാനവും അല്ലെങ്കിൽ നമ്മുടെ പോലീസുകാരും ഒക്കെ നിലവിൽ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്രൈമുകൾ നിൽക്കണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു മേഖല അല്ലെങ്കിൽ ഒരു വ്യവസായ മേഖലയിലേക്ക് മാത്രം നമ്മൾ പഴിചാരിക്കൊണ്ട് ഒന്നും നമുക്ക് ആർക്കും നേടാൻ സാധിക്കില്ല. അതുമാത്രമല്ല, നമ്മുടെ ഈ പറയുന്ന പാഠപുസ്തകങ്ങളില്ല. ഏകദേശം ചോദിച്ചൊരു ചോദ്യമുണ്ട്, സിനിമയെക്കുറിച്ച് നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിൽ നമ്മൾ എപ്പോഴാണ് ഒരു മോറൽ ക്ലാസ് കുഞ്ഞുങ്ങൾക്ക്, ഒരു മോറൽ പീരീഡ് കുട്ടികൾക്കുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കാലഘട്ടങ്ങളായിട്ടുണ്ട്. അപ്പോഴെങ്കിലും കുഞ്ഞുങ്ങൾക്കൊരു കൗൺസിലർ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുന്ന ഓരോ പ്രായത്തിലും അവരുടെ ഗ്രിവൻസസ് പറയാനായിട്ട് ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ സ്പോർട്സ്. ഇപ്പോൾ ഇന്ന് മിക്ക സ്കൂളുകളിലും സ്പോർട്സ് ടീച്ചർമാരില്ല, അവർക്ക് കളിക്കാൻ അറിഞ്ഞുകൂടാ, അത് പഠിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് പരിശീലകരില്ല. വേണ്ട, ജിം ട്രെയിനറെ വെക്കാം, ഡാൻസ് ടീച്ചറെ വെക്കാം. ഇന്നിപ്പോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഗവൺമെന്റ് സ്കൂളുകളിൽ ടീച്ചർമാരുണ്ടോ? ഇല്ല, ഒരിടത്തും ഇല്ല. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് പെയിന്റിംഗ് ടീച്ചർ, ഡ്രോയിങ് ടീച്ചർ, സംഗീത അധ്യാപിക, വർക്ക് എക്സ്പീരിയൻസിന് ഒരു പീരീഡ്, സ്പോർട്സ് ടീച്ചർ, അങ്ങനെ
എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഒരു കൂമ്പാരം, ഒരു വിളനിലമായിരുന്നു സ്കൂളുകളെന്ന് പറയുന്നത്. ഇന്ന് അതില്ല. എല്ലാം പഠിപ്പീര് മാത്രം, പഠിച്ച് കാരണം അധ്യാപകർക്ക് സമയമില്ല. കാരണം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിറക്കിയിട്ട് വേണം അവർക്ക് സ്റ്റാഫ് റൂമിൽ പോയി ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കാനായിട്ട്. പറയുമ്പോൾ നോട്ട്സ് നോക്കുന്നു, മറ്റേ നോക്കുന്നു, മറിച്ചു നോക്കുന്നു എന്ന് തന്നെ. അതുകൊണ്ട് അധ്യാപകർക്ക് വായനയില്ലാതെ വന്നിരിക്കുകയാണ്. പുറത്തുനിന്ന് ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് അധ്യാപകർ വായി വിളിച്ചിരിക്കും, നെറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് നെറ്റ് നോക്കാതെ ഒരു അധ്യാപകർ ഇല്ലെന്ന് ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. ഒരു 100 അധ്യാപകരെ എടുത്താൽ അതിൽ 90 അധ്യാപകർ നെറ്റ് നോക്കി ആൻസർ ചെയ്യുന്നത്, നെറ്റ് നോക്കിയാൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. 10% അധ്യാപകർ മാത്രമാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ. പഴയ അധ്യാപകരൊന്നും ഫോൺ നോക്കില്ല. അവരവരുടെ ഓർമ്മയിൽ നിന്ന് പറയും, അല്ലെ അവർ ഇന്ന പുസ്തകം ഇന്ന റാക്കിൽ ഇന്ന ലൈബ്രറി പുസ്തകത്തിൽ ഇന്നയാൾ ഇത്രാമത്തെ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ പോയി നോക്കെന്ന് പറയുന്ന അധ്യാപകരെ പഠിപ്പിച്ചിരുന്ന കാലത്ത് പഠിച്ച വിദ്യാർത്ഥികളാണ് നമ്മളെ പോലുള്ളവർ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അഭിമാനിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ മാറി ചിന്തിക്കണം. കുഞ്ഞുങ്ങൾ മാറി, അവരോടൊപ്പം നമ്മളും മാറണം. ഈ പറയുന്ന പോലെ നെറ്റിൻ്റെ നല്ല കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ അവരെ പഠിപ്പിക്കൂ. നെറ്റിലൂടെ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അതിനൊരു പരിശീലനം അധ്യാപകർക്കും അതോടൊപ്പം തന്നെ അതിനൊരു പീരീഡ് കുഞ്ഞുങ്ങൾക്കും കൊടുക്കുക. ആ പീരീഡിൽ അവരോടൊപ്പം ഇൻട്രാക്ട് ചെയ്യുക. ആ പ്രൊജക്ട് ക്ലാസ്സുകൾ അതിനായി ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ കുഞ്ഞുങ്ങൾ സന്തോഷവാന്മാരാകും. കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ വന്ന് നെറ്റ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് നെറ്റിൻ്റെ നല്ല വശങ്ങളാണ് കിട്ടുന്നത്. നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ കാണിക്കാനുള്ളതല്ല. ഞങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ലോകത്തെ വിരൽത്തുമ്പിൽ കൊണ്ടുവരാനും ലോകം ചുറ്റി സഞ്ചരിക്കാനും ഞങ്ങൾക്ക് നൽകിയ ഒരു വഴിയാണ് ഇന്റർനെറ്റ് എന്ന് അവരെ പഠിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് അധ്യാപകർക്ക് ഉണ്ടാക്കണം. അതിനുള്ള ട്രെയിനിങ് നമ്മുടെ വിദ്യാഭ്യാസകർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ സിനിമകളെ ബ്ലെയിം ചെയ്തിട്ടോ മറ്റ് നടക്കുന്ന മറ്റു കാര്യങ്ങളെ ബ്ലെയിം ചെയ്ത് പഴിചാരിയിട്ട് ഒരു കാര്യം. ആദ്യം മാറേണ്ടത് നമ്മളാണ്, നമ്മുടെ വിദ്യാഭ്യാസ രീതികളാണ്, നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്കാണ്. കുഞ്ഞുങ്ങളെ മയക്കുമരുന്നിൽ നിന്നും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ നിന്നും മോചനം കൊടുക്കുന്ന സിലബസുകൾ മാറ്റേണ്ടത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നാണ്, നമ്മുടെ സ്കൂളുകളിൽ നിന്നാണ്. അത് മാറാത്തിടത്തോളം കാലം എങ്ങനെയാണ് ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തയിൽ ഇല്ലാത്ത സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുക?